അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിൽ ഡ്രോയിങ് ഷീറ്റിനെ പറ്റി നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ആ ഡ്രോയിങ് ഷീറ്റ് മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? അല്ല, നമ്മൾ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഡ്രോയിങ് ബോർഡാണ്. ഓക്കെ, ഡ്രോയിങ് ഷീറ്റ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് എന്ത് വേണം? ഡ്രോയിങ് ബോർഡ് വേണം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന് നിങ്ങളൊരു IS കോഡ് പഠിച്ചു. ഏതാണ് കോഡ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്നുള്ളത്? ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുവാണ്. IS 10711 ആയിരുന്നു. ഇനി അതിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ √2:1 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിന് നമുക്ക് എന്തുണ്ട്? ഇതേപോലെ IS കോഡുണ്ട്. ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് IS 144441989. ഓക്കെ, IS 1441989 എന്ന് പറയുന്നതാണ് ഡ്രോയിങ് ബോർഡ്. ദെൻ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ കോഡ് ഏതായിരുന്നു? IS 10711 ആണ്. ഡ്രോയിങ് ബോർഡ് ആണെങ്കിൽ IS 144441989. ഇനി ഡ്രോയിങ് ബോർഡ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത് സോഫ്റ്റ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഏത് ടൈപ്പ് വുഡാണ്? സോഫ്റ്റ് വുഡ് കൊണ്ടാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വുഡിൻ്റെ പേര് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് ഫിർ, ദെൻ ലിനോലിയം, ഓക്ക്, പൈൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന വുഡ് ഫോർ മേക്കിംഗ് ഡ്രോയിങ് ബോർഡ്. ഇതിനെ നമുക്ക് ഓർക്കാൻ എന്ത് പഠിക്കുക? ഫ്ലോപ്പ് എന്ന് പഠിക്കുക. ഓക്കെ, ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫിർ, ലിനോലിയം, ഓക്ക്, പൈൻ. അപ്പോൾ ഇത്രയും സോഫ്റ്റ് വുഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്ന ഒരു ജോയിനറി. ഓക്കെ, ഡ്രോയിങ് ബോർഡ് കൺസിഡർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിനറി എന്ന് പറയുന്നത് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്ന ജോയിനറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രോയിങ് ബോർഡിൽ ഒരു എഡ്ജ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എബണി എഡ്ജ്. ഓക്കെ, അപ്പോൾ എബണി എഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഇതാണ് നമ്മുടെ ഡ്രോയിങ് ബോർഡ്. ഓക്കെ, ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എബണി എഡ്ജാണ്. എന്താണ് എബണി എഡ്ജ്? എബണി എഡ്ജ് എന്ന് പറഞ്ഞാൽ ബാറ്റൺസ് ആർ പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് വാർപ്പിംഗ് വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ്. ഓക്കെ, വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ്. എബണി എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ്. ഓക്കെ, ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എബണി എഡ്ജ് എന്ന് പറയും. ഇനി ഇതിൽ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ നാരോ സ്ട്രിപ്സ് ഓഫ് വുഡ് എടുത്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാരോ സ്ട്രിപ്സ് ഓഫ് വുഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വയ്ക്കുന്നു. ജനറലി 4 to 6 നമ്പർ ഓഫ് വുഡ് സ്ട്രിപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എത്രയാണ്? 4 to 6 നമ്പർ ഓഫ് നാരോ സ്ട്രിപ്സ് ഓഫ് വുഡ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡ്രോയിങ് ബോർഡ്. ഇനി ഇതിനെ നമ്മളിതിപ്പോൾ എന്താണ്? ഓരോ നാരോ സ്ട്രിപ്പായിട്ടുള്ള വുഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കാരണം അവിടെ ചിലപ്പോൾ നാരോ സ്ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ വാർപ്പിങ്ങിനുള്ള ചാൻസസ് ഉണ്ട്. എന്തിനുള്ള ചാൻസസ് ആണ്? വാർപ്പിങ്. സോ ഈ വാർപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വുഡാണ് ബാറ്റൺസ് എന്ന് പറയും. ഓക്കെ, വാർപ്പിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാറ്റൺസ്. ഇതാണ് ബാറ്റൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റൺസ് എന്ന് പറയുന്നത് ഈ വാർപ്പിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാറ്റൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബാറ്റൺസ് ആർ പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് വാർപ്പിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡ്രോയിങ് ബോർഡിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ് പറഞ്ഞു. IS 144441989 ആണ്. ജോയിനറി എന്ന് പറയുന്നത് ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് വുഡാണ് നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കോമൺലി യൂസ്ഡ് വുഡ് ഫോർ മേക്കിംഗ് ഡ്രോയിങ് ബോർഡ് എന്ന് വെച്ചാൽ ഫ്ലോപ്പ് എന്ന് ഫിർ, ലിനോലിയം, ഓക്ക്, പൈൻ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? 4 to 6 നമ്പർ ഓഫ് നാരോ സ്ട്രിപ്സ് ആണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ബാറ്റൺസ് ആർ പ്രൊവൈഡഡ് ടു റെസിസ്റ്റ് വാർപ്പിംഗ്. ദെൻ വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിനെ നമ്മൾ എന്ത് വിളിക്കും? എബണി എഡ്ജ് എന്ന് വിളിക്കും. ഓക്കെ, വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിനെ എന്ത് വിളിക്കും? എബണി എഡ്ജ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എബണി എഡ്ജാണ് എന്ത് ചെയ്യുന്നത്? ദിസ് എബണി എഡ്ജ് ഹെൽപ്പ് ടു ഗൈഡ് ദ സ്കെയിൽ. ഓക്കെ, സ്കെയിലിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ എബണി എഡ്ജാണ്. ഓക്കെ, സ്കെയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ T² ആണ്. T² ആണ് നമ്മളെ സ്കെയിൽ എന്ന് പറയുന്നത്.
അപ്പോൾ എബണി എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ എബണി എഡ്ജാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഏതാണ്? എബണി എഡ്ജാണ്. അതുപോലെ തന്നെ ഈ വുഡിൻ്റെ പേരുകളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡിനെ നമ്മൾ എബണി എഡ്ജ് എന്ന് വിളിക്കും. അപ്പോൾ ഈ എബണി എഡ്ജാണ് ഹെൽപ്പ് ടു ഗൈഡ് ദ സ്കെയിൽ. ടി സ്ക്വയറിനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന ആരാണ്? ഈ എബണി എഡ്ജാണ്. ഇനി നമ്മുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ്. ഓക്കെ, ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 1:8 അല്ലെങ്കിൽ 20 ഡിഗ്രി. ഓക്കെ, സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് എത്രയാണ്? 1:8 അല്ലെങ്കിൽ 20 ഡിഗ്രി. ഇനി നമ്മൾ നേരത്തെ ഡ്രോയിങ് ഷീറ്റിന് നമ്മൾ പല ഡെസിഗ്നേഷൻ കൊടുത്തല്ലേ? A0, A1, A2, അതായത് A0, A1, A2, A3 ഇതൊക്കെയായിരുന്നു നമ്മൾ യൂസ് ചെയ്ത ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ബോർഡിനെ ഇതേപോലെ ഡെസിഗ്നേറ്റ് ചെയ്താൽ എങ്ങനെ വിളിക്കാം? A0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് D0 എന്നാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഡ്രോയിങ് ബോർഡിനെ. ദെൻ A1ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ബോർഡ് D1, A2നാണെങ്കിൽ D2 ആൻഡ് A3 ആണെങ്കിൽ D3 ഡ്രോയിങ് ബോർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് നമ്മൾ അറിയണം. സൈസ് നമ്മൾ mm പറയുന്നത്. ലെങ്ത് ബൈ വിഡ്ത്ത് ബൈ തിക്നെസ് എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് D0 സൈസ് നമ്മൾ പഠിക്കുക. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, D0 സൈസ് മാത്രം കാണാൻ പഠിക്കുക. എന്താണ്? 1500 ബൈ 1000 ബൈ 25. ഇതെല്ലാം എന്തിലാണ്? mm. ഇതിൽ 1500 എന്ന് പറയുന്നത് ലെങ്ത്, 1000 എന്ന് പറയുന്നത് വിഡ്ത്ത്, T എന്ന് പറയുന്നത് തിക്നെസ് എന്ന് പറയുന്നത് 25 mm. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? D1ൻ്റെ സൈസ് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഡ്ത്ത് എത്രയാണോ അത് അതേപോലെ ഇവിടെ വരും. എത്രയാണ്? 1000 ബൈ ഈ 1500ൻ്റെ പകുതി, നേരെ പകുതിയല്ല, നേരെ പകുതി എടുക്കുമ്പോൾ 750 ആണ് വരുന്നത്. നമുക്കിവിടെ വേണ്ട എത്രയാണ്? 700. ഓക്കെ, ആ ഒരു റേഞ്ച് നമുക്കറിയാം. ദെൻ ഇവിടെ എന്താണോ തിക്നെസ് കിട്ടിയത് അത് തന്നെയാണ് താഴെയും തിക്നെസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി D2 സൈസ് ഞാൻ എഴുതാൻ പോവാണ്. D2 സൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണോ കിട്ടിയത് അത് ഇവിടെ എഴുതാം അല്ലേ? 700 ബൈ 1000ൻ്റെ പകുതി എത്രയാണ്? 500 ബൈ 25 അല്ല, ഈ A2നും A3ക്കും നമ്മൾ യൂസ് ചെയ്യുന്ന തിക്നെസ് എന്ന് പറയുന്നത് 15 mm ആണ്. ഓക്കെ, A2നും A3ക്കും 15 mm. A0ക്കും A1നും 25 mm ആണ് തിക്നെസ്. A2നും A3ക്കും 15 mm ആണ് തിക്നെസ്. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് വരും? 500 അതേപോലെ എഴുതി. 700ൻ്റെ പകുതി എത്രയാണ്? 350 ബൈ 50. ഇങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് പഠിക്കുമ്പോൾ ഈ D0യുടെ സൈസ് മാത്രം കറക്റ്റ് പഠിക്കുക. എന്നിട്ട് ഈ 25 mm വരുന്നത് D0ക്കും D1നും ആണ് 25 mm തിക്നെസ് വരുന്നത്. D2നും D3ക്കും 15 mm തിക്നെസ് ആണെന്നും പഠിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനി നമ്മുടെ റൈറ്റിംഗ് ബോർഡ് യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതാ? ഡ്രോയിങ് ഷീറ്റ്. റൈറ്റിംഗ് ബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് A4 ഡ്രോയിങ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ് ബോർഡ്. അപ്പോൾ റൈറ്റിംഗ് ബോർഡിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതാണ്? A4 സൈസ് ഷീറ്റാണ് ഇന്ന് റൈറ്റിംഗ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ബോർഡിനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് എന്താണ്? വരയ്ക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? സ്കെയിൽ വേണം. സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് T സ്ക്വയർ ആണ്. ഓക്കെ, T സ്ക്വയർ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഒരു T ഷേപ്പിലിരിക്കും അല്ലേ? ഇതാണെന്ന് പറയുന്നത് നമ്മുടെ T സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു വേർട്ടിക്കൽ സൈഡിനെ, ഓക്കെ, ഈ ഒരു ഇതാണ് നമ്മുടെ T സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ വേർട്ടിക്കൽ സ്ലൈഡ് ഇത് ശരിക്കും ഇങ്ങനെയല്ലേ വരുന്നത്? ഷേപ്പ് നമ്മൾ ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ വേർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. സോ ഈ വേർട്ടിക്കൽ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലേഡ് എന്ന് വിളിക്കും. ഇതിനെന്ത് വിളിക്കും? ബ്ലേഡ്. വെർട്ടിക്കൽ സ്ലൈഡാണ്. ഓക്കെ, വെർട്ടിക്കൽ സൈഡ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? തെറ്റി. ഓക്കെ, ഒന്നെന്ന് പറയണം. വെർട്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, T സ്ക്വയറിൻ്റെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലേഡാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് സ്റ്റോക്ക്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെഡ്. അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ വെർട്ടിക്കൽ സൈഡ്. ഓക്കെ, വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുന്നതാണ് സ്റ്റോക്കാണ്. ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ സൈഡാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ സൈഡാണ് ബ്ലേഡ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോക്കും ബ്ലേഡും തമ്മിലുള്ള ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 90 ഡിഗ്രി ആയിരിക്കും.
ഇതെന്തിനാണ് നമ്മൾ ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ യൂസ്ഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് ഓൺലി. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഇനി ടി സ്ക്വയറിനെ നമ്മൾ എപ്പോഴും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. ഓക്കെ, ബ്ലേഡ് ലെങ്തിൻ്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടി സ്ക്വയറിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജ്, ഇതിപ്പോൾ വർക്കിംഗ് എഡ്ജാണ്. ഓക്കെ, ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് ബിവൽഡ് എഡ്ജ്. ഓക്കെ, ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജിനെ എന്ത് വിളിക്കും, ബിവൽഡ് എഡ്ജ് എന്ന് വിളിക്കും. നേരത്തെ നമ്മുടെ വർക്കിംഗ് എഡ്ജ് ഓഫ് ഡ്രോയിങ് ബോർഡ് നമ്മൾ എന്ത് വിളിച്ചു, എബണി എഡ്ജ് എന്ന് വിളിച്ചു. അതേപോലെ ടി സ്ക്വയറിൻ്റെ വർക്കിംഗ് എഡ്ജിനെ നമ്മൾ എന്ത് വിളിക്കും, ബിവൽഡ് എഡ്ജ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെ പഠിച്ചു, വെർട്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയും. ഈ ഹൊറിസോണ്ടൽ സൈഡിനെ നമ്മൾ ബ്ലേഡ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ടി സ്ക്വയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻസ് ഓൺലി. ടി സ്ക്വയർ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, ടി സ്ക്വയർ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. വർക്കിംഗ് എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും, ബിവൽഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡ്രോയിങ് ബോർഡിനും, ഇപ്പം നമ്മൾ ഏതൊക്കെ ഡ്രോയിങ് ബോർഡാണ് പറഞ്ഞത്, D0 പറഞ്ഞു, D1, D2, D3 സൈസസ് ആണല്ലേ പറഞ്ഞത്. അപ്പം ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ടി സ്ക്വയറുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്, D0ക്ക് കറസ്പോണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ടി സ്ക്വയർ ഏതാണ്, T0, T1, T2, T3. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് ഓർക്കാനൊക്കെ പറ്റും. ഇനി സൈസ് ഓഫ് എ ടി സ്ക്വയർ ഞാൻ പറഞ്ഞത്, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് ബൈ ഇറ്റ്സ് ബ്ലേഡ് ലെങ്ത്. ബ്ലേഡിൻ്റെ ലെങ്തിനെ വെച്ചിട്ടാണ് നമ്മൾ സൈസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻ MM പറയുവാണെങ്കിൽ T0 സൈസ് എന്ന് പറഞ്ഞാൽ 1500 ± 10 mm. ഓക്കെ അല്ലേ? നമ്മളെ T0ക്കും T1നും തിക്നെസ് എന്ന് പറയുന്നത് 10 mm ആണ്. സോറി, ഈ ± പറയുന്നത് 10 mm. ഇനി ഇതിൻ്റെ D1 എന്ന് പറയുമ്പോൾ 1000. ഓക്കെ, 1000 ± 10 mm. അടുത്ത T2 എന്ന് പറയുമ്പോഴോ 700 ± 5 mm. ആൻഡ് T3 എന്ന് പറയുന്നത് 500 ± 5 mm. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഈ വാല്യൂസ് അറിഞ്ഞിരിക്കുക. T0, T1, T2, T3 വരുമ്പോഴത്തേക്കും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ടി സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ ഈസ് ബ്ലേഡ് ലെങ്ത്. അത് മറക്കരുത്, ബ്ലേഡ് ലെങ്തിൻ്റെ വാല്യൂസ് ആണ് നമ്മൾ ഈ പറയുന്നത്. T0 എന്ന് പറഞ്ഞാൽ 1500 ± 10 mm. 10 mm എന്ന് പറയുന്നത് 1500 പ്ലസ് ഒരു 10 mm ആയാലും -10 mm ആയാലും കുഴപ്പമില്ല. ദെൻ T1 എന്ന് പറഞ്ഞാൽ 1000 ± 10 mm. T2 700 ± 5 mm. T3 500 ± 5 mm. ഓക്കെ, അപ്പോൾ ടി സ്ക്വയറിനെ പറ്റി ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, എന്തുവേണമെങ്കിൽ നോക്കാനുള്ളത് സെറ്റ് സ്ക്വയർ. നിങ്ങൾ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒന്നെന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും, രണ്ട് ടൈപ്പ് സെറ്റ് സ്ക്വയർ കണ്ടിട്ടുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ആൻഡ് അതർ വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നതാണ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് 2 ആംഗിൾ എന്താണ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ലെങ്ത് വരുന്നത് 20 cm ആണ്. ദെൻ 2 ടൈപ്സ് ഓഫ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത് അല്ലേ, 2 ടൈപ്സ്. അതിൽ ഒന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. രണ്ടാമത്തെന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ. ഇത് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ് ഇവിടെ. ഓക്കെ, സെറ്റ് സ്ക്വയർ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 cm. ഓക്കെ, ഇനി സെറ്റ് സ്ക്വയർ നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ സെറ്റ് സ്ക്വയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാം, പാരലൽ ലൈൻസ് വരയ്ക്കാം, ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കാം, പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാം, അതുപോലെ തന്നെ ആംഗിൾസ് മെഷർ ചെയ്യാനും നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ലൈൻസ് വരയ്ക്കാൻ തോന്നുന്നു അല്ലേ. ഏതൊക്കെ ആംഗിളിൽ നമുക്ക് വരയ്ക്കാമെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസിലുള്ള ആംഗിൾസ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് 15, 30, 45, 60, 75, 90 അങ്ങനെയുള്ള ആംഗിൾസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ആംഗിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് സ്ക്വയർ കൊണ്ട് പറ്റുമോ, ഇല്ല. 2 സെറ്റ് സ്ക്വയറും അറ്റ് എ ടൈം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആംഗിൾസ് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് നമ്മൾ ആംഗിൾസ് വരയ്ക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടി സ്ക്വയറും ഒരു സെറ്റ് സ്ക്വയറും യൂസ് ചെയ്യാം. ഒന്നുകിൽ 2 സെറ്റ് സ്ക്വയർ ഒരുമിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടി സ്ക്വയറും ഒരു സെറ്റ് സ്ക്വയറും യൂസ് ചെയ്യാം. ഇനി അടുത്ത് വരുന്നത് പ്രൊട്രാക്ടർ. ഓക്കെ, പ്രൊട്രാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും
ഇതും 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, പ്രൊട്രാക്ടർ ഓൾസോ 2 ടൈപ്സ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ലേ, അതായത് 0 to 180 ഡിഗ്രി പ്രൊട്രാക്ടർ ഉണ്ട്. മറ്റേതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, അതായത് 0 to 360 ഡിഗ്രി പ്രൊട്രാക്ടർ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ലീസ്റ്റ് കൗണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മിനിമം 1 ഡിഗ്രി വരെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡ്രോ ആംഗിൾസ് ഡ്രോ ചെയ്യാനാണ് നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്, വിച്ച് ആർ നോട്ട് യൂസ്ഡ് ബൈ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാൻ പറ്റാത്ത ആംഗിൾസൊക്കെ നമുക്ക് വരയ്ക്കാനാണ് പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സ്കെയിൽ. നമ്മൾ സെറ്റ് സ്ക്വയർ പറഞ്ഞു, ടി സ്ക്വയർ പറഞ്ഞു, പ്രൊട്രാക്ടർ പറഞ്ഞു. അടുത്ത് വരുന്ന ഏതാണ്? സ്കെയിൽ എന്ന് പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് സ്കെയിലുണ്ട്. ഓക്കെ, സ്കെയിൽ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന സ്കെയിലല്ല, അല്ലാണ്ട് ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ എന്തെങ്കിലും സ്കെയിൽ എഴുതും ഓരോന്നിനും. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സർവേ എന്തെങ്കിലും ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗ്രൗണ്ടിൽ ഒരു 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സർവേ ലൈൻ ഉണ്ട്. അത് ഞാൻ എൻ്റെ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓൺ ദ മാപ്പ്, അതായത് 5 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്, ദാറ്റ് ഈസ് 5 മീറ്റർ. യൂണിറ്റ് ഒരേപോലെ ആക്കണം. ഇറ്റ്സ് 1 ഡിവൈഡഡ് ബൈ 100, അതായത് 1:100 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സ്കെയിൽ തന്നെ 3 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്കെയിൽ. ഇതാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ. റെഡ്യൂസ്ഡ് സ്കെയിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? മാപ്പ് പ്ലാൻ. ഓക്കെ, മാപ്പ് പ്ലാൻ, അതായത് നമ്മൾ ഒരു വലിയൊരു ഏരിയ ചെറിയൊരു പേപ്പറിൽ വരയ്ക്കുന്നതാണെന്ന് പറഞ്ഞാൽ മാപ്പ് പ്ലാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസ്ഡ് സ്കെയിലാണ്. റെഡ്യൂസ്ഡ് സ്കെയിലിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ 1:x. എത്രയാണ്? 1:x എന്നാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് സ്കെയിൽ. എന്താണ് എൻലാർജ്ഡ് സ്കെയിൽ? എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? x:1. അതായത് നമുക്ക് ഓൾറെഡി പേപ്പറിൽ, അതായത് ഫീൽഡിലുള്ള സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുഞ്ഞായിരിക്കും. അത് നമുക്ക് എന്തെങ്കിലും വലുതായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ചെറിയൊരു നീഡിൽ, അതെന്ന് പറഞ്ഞാൽ കുഞ്ഞു നീഡിലാണ്, പക്ഷേ എനിക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പോഴത്തേക്കും വലുതായിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ അതെന്താണ്? എൻലാർജ് സ്കെയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് x:1. അപ്പം മെഷീൻ പാർട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? മെഷീൻ പാർട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ എൻലാർജ്ഡ് സ്കെയിലാണ്. പിന്നെ ഫുൾ സ്കെയിലുണ്ട്. ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെഡ്യൂസും ചെയ്യും. നമ്മൾ എന്താണോ ആക്ച്വൽ ഉള്ളത് അതേ സൈസിൽ ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നു? ഡ്രോയിങ്ങിൽ വരയ്ക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1:1. അപ്പോൾ ഫുൾ സ്കെയിലിനെ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യും? 1:1. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1:x. എൻലാർജ്ഡ് സ്കെയിലാണ് x:1. ഫുൾ സ്കെയിലാണ് 1:1. ഫുൾ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? എന്താണോ നമ്മുടെ ആക്ച്വൽ സൈസ്, അതായത് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ഒരു മോട്ടോപ്പിന്നിൻ്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ, മോട്ടോപ്പിന്നല്ല, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ആ 5 സെൻറ്റിമീറ്റർ തന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കും. അതിനെയാണ് നമ്മൾ ഫുൾ സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. 1:1. ഓക്കെ അല്ലേ? ഇനി സ്കെയിൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഉറപ്പായിട്ട് എന്ത് പഠിക്കണം? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്താണെന്നും പഠിക്കണം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 പോയിൻറ്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ഡ്രോയിങ്. ഓക്കെ, അതായത് എൻ്റെ ഡ്രോയിങ്ങിൽ ഇപ്പോൾ ഈ 2 പോയിൻറ്റ്സ് നമ്മുടെ ഡിസ്റ്റൻസ്, അത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിൽ ഇതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 മീറ്റർ ആയിരിക്കും. അങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും PSC എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അതായത് എ റേഷ്യോ ഓഫ് 15 സെൻറ്റിമീറ്റർ ഈസ് 2 മീറ്റർ ഈസ് ഈക്വൽ ടു എത്രയെന്ന് വെച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു 3:40, അല്ലെങ്കിൽ 1:40, അല്ലെങ്കിൽ 40:3, ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ആണ്. ഇതിന് ഏതാണ് ഈക്വൽ എന്ന് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇങ്ങനെ നമുക്ക് എഴുതണമെങ്കിൽ അതിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ഈസ് 2 മീറ്ററിനെ നമ്മൾ ആദ്യം ഫ്രാക്ഷനിലോട്ട് മാറ്റുക. അപ്പോൾ 15 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 2 മീറ്റർ എന്നായി.
ഇനി എന്ത് ചെയ്യണം, യൂണിറ്റ്സ് മുകളിലും താഴെ ഈക്വൽ ആക്കുക. എപ്പോഴും മുകളിലത്തെ യൂണിറ്റ് തന്നെ താഴെ ആക്കുന്നതാണ് എളുപ്പം. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 2 മീറ്റർ ഇൻറ്റു, ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 100 സെൻറ്റിമീറ്റർ. സോ 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 200. ഓക്കെ, 15 ഡിവൈഡഡ് ബൈ 200. അപ്പോൾ 15/200 എന്ന് പറയുന്നത് എത്രയാണ്, നമ്മളിപ്പോൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ 3 വരും, 40. സോ 3 ഡിവൈഡഡ് ബൈ 40, അതായത് 3:40 ആണ് നമ്മുടെ ആൻസർ വരുന്നത് ആണല്ലോ. ഇങ്ങനെയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 9 കിലോമീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1.8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സ്കെയിൽ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, ഗ്രൗണ്ടിൽ 9 കിലോമീറ്റർ ഉള്ളത് ഡ്രോയിങ്ങിൽ 1.8 സെൻറ്റിമീറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ സ്കെയിൽ എത്രയാണ്, ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് എത്രയാണ്, 1.8 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട് 9 കിലോമീറ്റർ. ശ്രദ്ധിക്കുക, യൂണിറ്റ് എപ്പോഴും യൂണിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. മുകളിലും താഴെ എന്തായിരിക്കണം, യൂണിറ്റ് സെയിം ആണ്. സോ 1.8 സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ എഴുതി ഡിവൈഡ് ബൈ 9 കിലോമീറ്റർ. കിലോമീറ്റർ മീറ്ററിലോട്ട് ആക്കാനായിട്ട് 1000 × 1000 ചെയ്യുക. ഇപ്പം മീറ്ററിലായാലും മുകളിൽ എന്താണ്, സെൻറ്റിമീറ്ററിലാണ് നടക്കുന്നത്. സോ സെൻറ്റിമീറ്ററിലോട്ട് ആക്കാനായിട്ട് ഇൻറ്റു ഒരു 100 കൂടെ ചെയ്യുക. അപ്പോൾ 1 ഡിവൈഡ് ബൈ 5 ലാക്ക് എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ 1 സെൻറ്റിമീറ്റർ ഓൺ എ മാപ്പ്, ഓക്കെ, മാപ്പിൽ എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ആണ്, റെപ്രസെൻറ്റ്സ് 20 മീറ്റർ ഓൺ ഗ്രൗണ്ട്, വാട്ട് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മാപ്പ് ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എത്രയാണ്, 20 മീറ്റർ. അപ്പോൾ നമ്മൾ മുകളിൽ സെൻറ്റിമീറ്റർ ആണ്, താഴെ മീറ്റർ ആണ്, ഒരേ യൂണിറ്റിലാക്കുക. 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. സോ 1 ഡിവൈഡഡ് ബൈ 2000 ഇതാണെന്ന് പറഞ്ഞ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാമല്ലോ. ഓക്കെ.